ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടി ഒളിക്കുകില്ല. ദൈവസ്നേഹം മാറുകില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടി സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സംഭവങ്ങളെ കൊണ്ട് ബഹുലമായ അന്തരീക്ഷത്തിൽ പലപ്പോഴും പലവിധമായ ഭാരങ്ങളും ടെൻഷനുമൊക്കെ പേറി മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ അതിന് പരിഹാരം യഥാർത്ഥമായി ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അതിനാണ് അഥവാ കരിസ്മാറ്റിക് തിയോളജി എന്ന് പറയുന്നത്. ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്നാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്തുതിക്കുമ്പോൾ, ആ ആരാധകന്റെ ആന്തരിക നയനം തുറക്കപ്പെടുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ അക്കാര്യങ്ങൾ വ്യക്തമായി ചില വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 3 മുതൽ വായിക്കുമ്പോൾ ആ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 2 മുതൽ വായിക്കുമ്പോൾ സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. തുടർന്ന് 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പല കാര്യങ്ങളാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, ഒന്നാമത് ആരാധകന്റെ ആ ആന്തരിക നയനത്തിന്റെ പ്രകാശനമാണ്. രണ്ടാമത്തെ കാര്യം, ആരാധകന്റെ സാഹചര്യം രൂപാന്തരപ്പെടുന്നതായിട്ടാണ് ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്തെ കാര്യം, സ്തുതിക്കുന്നവൻ അഥവാ ആരാധകൻ ദൈവ തേജസ്സില് നിറയപ്പെടുന്നതായിട്ട് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 4-ാമത്തെ കാര്യം, ആ സ്തുതിക്കുന്നവൻ ദൈവ രാജ്യ ദൗത്യത്തിനായിട്ട് നിയോഗിക്കപ്പെടുന്നതാണ്. അതിന്റെ 8 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് 6-ാമത്തെ കാര്യം, ആരാധകൻ പൈശാചിക ശക്തിയെ ജയിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതലുള്ളതായ വേദഭാഗങ്ങൾ ആ കാര്യങ്ങളിൽ വ്യക്തത നമുക്ക് തരുന്നുണ്ട്. അവിടെ പറയുന്നു, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എപ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ആ പൈശാചിക മണ്ഡലങ്ങളെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ തകർക്കുവാനായിട്ട് ഒരു ഭക്തന് കഴിയുകയാണ് ചെയ്യുന്നത്. 7-ാമത്തെ കാര്യം, അവിടെ ആരാധകന് ജീവിതം ഉണ്ട് എന്നുള്ളതാണ് ആ ഭാഗത്ത് പിന്നെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഏക പരിഹാരം ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ തിരുവചനത്തിൽ സങ്കീർത്തന പുസ്തകങ്ങളിൽ മുഴുവൻ അത് സ്തുതിയോടുകൂടെ ആരംഭിച്ച് സ്തുതിയോടുകൂടെ അവസാനിക്കുന്നതാണല്ലോ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതേ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു.
അതെ, നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ശത്രുവിന്റെ കോട്ടകളെ തകർക്കാം, വിജയം വരിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്നു. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവന നീണം തന്നു പാപത്തിൻ കര പോക്കി, പാവന നീണം തന്നു പാപത്തിൻ കര പോക്കി.